നരേന്ദ്ര, ശബ്ദിക്കരുത്. നരേന്ദ്ര, നിന്നെ ഒന്ന് കാണാൻ. ഈ വീടിനകത്ത് ശബ്ദിക്കരുത്. ഇറങ്ങി വെളിയില്. നരേന്ദ്ര, നീയല്ലാതെ ഞങ്ങൾക്ക് ആരാ? ആരോട് ചോദിച്ചിട്ടാ നിങ്ങളോട് ഒന്ന് കയറി? അമ്മോ, നിന്റെ അനുവാദം വാങ്ങിയിട്ടാണോ ഇവരകത്ത് കയറി? അല്ല, കൂടപ്പറപ്പിനെ കാണണമെന്ന് പറഞ്ഞ് തള്ളി തുറന്ന് കേറുമായിരുന്നു. കടക്ക് വെളിയിലെ. നിങ്ങൾക്ക് നരേന്ദ്രനെ കാണാൻ സമയമായിട്ടില്ല. നട്ടെല്ല് കുറച്ചുകൂടി വഴങ്ങാനുണ്ട്. തല അല്പം കൂടി കുനിയണം. അതിന് കുറച്ച് സമയമെടുക്കും. പോയിട്ട് വാ. നരേന്ദ്ര, ഞങ്ങൾ 2 സ്ത്രീകൾ മാത്രം ആ വീട്ടിൽ. മിണ്ടരുതെന്നല്ലേ പറഞ്ഞേ? സമയമായിട്ടില്ല. ആയിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം നരേന്ദ്രന്റെ ഭാര്യയുടെ അനുവാദം വാങ്ങിയനെ. പൊയ്ക്കോ, ഗേറ്റിനപ്പുറത്ത് നിന്നാ മതി. ഞാൻ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ സംസാരിക്കാം. അതിന്നാണോ നാളെയാണോ അതോ മറ്റന്നാളാണോ എന്നൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നരേന്ദ്ര, നിങ്ങൾ ഇനിയും മര്യാദ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ട് വാ. ചെല്ലേ. ഇവിടെ നിൽക്കണ്ട. എന്റെ ആങ്ങളെ കാണാൻ നിന്റെ പാസ് വേണോ അല്ലേടി? അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇവിടെ തല കുനിഞ്ഞാലേ അവിടെ ചെല്ലുമ്പോ നിലത്ത് കാലുറപ്പിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ഇവിടെ അഹങ്കാരം കാണിച്ചാ അവിടെ ഒരുപാട് കുനിയേണ്ടി വരും. ഇപ്പൊ മനസ്സിലായില്ലേ? അമ്മോ, അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട. പോവാൻ പറ. അവരിനിയും പഠിക്കാനുണ്ട്. എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്ന് ഒട്ടും താല്പര്യമില്ല. എൻ്റെ കൈക്കത് മെനക്കേടാ. നരേന്ദ്രൻ തമ്പിയെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ കാർ ആക്സിഡന്റ് ഉണ്ടല്ലോ, അതിൻ്റെ പ്ലാനിങ് ആരൊക്കെ ചേർന്നിട്ടായിരുന്നു? നിങ്ങൾ തമ്മി നോക്കി കണ്ണുമിഴിക്കൊന്നും വേണ്ട. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കൊട്ടേഷൻ ഗുണ്ട വിക്രമൻ വേണ്ട വിവരങ്ങളെല്ലാം തന്നു കഴിഞ്ഞു. അവൻ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അവൻ പറഞ്ഞ എല്ലാ വിവരങ്ങളും പോലീസ് ക്യാമറയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നോക്കടാ. ഉള്ള സത്യം തുറന്നു പറയുന്നത് നിനക്ക് നല്ലത്. നിനക്ക് വല്ലതും പറയാനുണ്ടോ? സർ, എനിക്ക് അതിലൊന്നും ഒരു പങ്കുമില്ല. ഞാൻ പറഞ്ഞ അവനോട് വേണ്ടെന്ന്. ഓഹോ, നിനക്കെല്ലാം അറിയായിരുന്നു അല്ലേ? സംഭവം നടന്നന്നാ ഞാൻ അറിഞ്ഞത്. നിനക്ക് തമ്പിക്കോ പോലീസിനോ മുന്നറിയിപ്പ് കൊടുത്ത് തടയാമായിരുന്നില്ലേ? ശരി, നീ പറ, എന്തൊക്കെയാ നീ അറിഞ്ഞത്? വിക്രമന്റെ കൊട്ടേഷൻ ഗ്യാങ് തമ്പിയെയും കുടുംബത്തെയും കാർ ആക്സിഡന്റിൽപ്പെടുത്തി കൊല്ലാൻ വേണ്ടി പുനലൂരേക്ക് തിരിച്ചിട്ടുണ്ടെന്ന്. ആര് പറഞ്ഞു നിന്നോട്? ദാ ഇവനാ പറഞ്ഞത്. അങ്ങനെ ഒരാൾ മാത്രം എടുക്കാനാവണ്ട ഹരീഷേ, വിക്രമനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തിനാ എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഞാനും നീയും കൂടി തല്ലു വാങ്ങുന്നത്? അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത്, അല്ലാതെ നിന്നെ കൊടുക്കാൻ വേണ്ടിയല്ല. നിങ്ങളും എന്താടാ ഒരർത്ഥം വെച്ച നോട്ടവും അഡ്ജസ്റ്റ്മെന്റും ഒക്കെ? ഇതെന്താടാ കുട്ടിക്കളിയാണോ? നരേന്ദ്രൻ തമ്പിയുടെ ഡ്രൈവർ മരിച്ച കേസാ, കൊലക്കുറ്റം. നിന്നെ ഞാൻ കുറെ തല്ലിയതാ,
അതറിയാലോ. ആ കാര്യത്തിൽ എനിക്കൊരു മടിപ്പുമില്ല. തല്ലും തോറും എൻ്റെ കൈക്ക് ഉശിരും ബലവും കൂടി വരും. ഇനി പറ, ആരൊക്കെ ഉണ്ടായിരുന്നു? എവിടെ വെച്ച് പ്ലാൻ ചെയ്തു? തമ്പിയെയും കുടുംബത്തെയും കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ കാരണം എന്തായിരുന്നു? ഉള്ള സത്യം തുറന്നു പറഞ്ഞു. എസ് ഐ എന്തായാലും പറയിപ്പിക്കും. പിന്നെ തല്ല് കിട്ടിയിട്ട് പറയണോ? അമ്മാവന്റെ ഉപദേശം അനന്തരവന്. പറഞ്ഞോടാ, കൊട്ടേഷൻ പിടിച്ച് എത്ര രൂപയ്ക്കായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു ആ കൊട്ടേഷൻ? എത്ര കൊടുത്തു? എത്ര ഇനി കൊടുക്കാൻ ബാക്കിയുണ്ട്? കൊട്ടേഷൻ പാർട്ടിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെ ഫോണിൽ കൂടി ആയിരുന്നു? എല്ലാം നീ അക്കമിട്ട് പറയണം. എന്നിട്ട് വേണം എനിക്ക് നാളെ നിന്നെയൊക്കെ തൂക്കിയെടുത്ത് സംഭവ സ്ഥലങ്ങളിൽ കൂടിയെല്ലാം കൊണ്ടുപോകാൻ, തെളിവെടുപ്പിന്. മറ്റന്നാളെങ്കിലും നിന്നെയൊക്കെ കോടതിയിൽ ഹാജരാക്കണ്ടേ? എത്ര ദിവസമാണ് നിന്നെയൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നേ? ഇവിടെ വേറെ ക്രിമിനൽസിനെ കൊണ്ടുവന്നിടേണ്ടതാ. വള്ളി പുള്ളി വിടാതെ എല്ലാം പറഞ്ഞോണം. പറയടാ. May I come in, sir? യെസ്, കം ഇൻ. കം ഇൻ. ഗുഡ് ഈവനിങ്, സർ. ഗുഡ് ഈവനിങ്. ജെയിംസ് കുട്ടി അല്ലേ? അതെ, സർ. ഞാൻ ആരാണെന്ന് എനിക്കറിയാവോ? ക്രൈംബ്രാഞ്ച് DYSP. താൻ ഏത് ഏജൻസിക്ക് കീഴിലാണ് വർക്ക് ചെയ്യുന്നത്? തേടായി. അതിന്റെ ഹെഡ് ഓഫീസ് എവിടെയാ? കൊച്ചിയാണ്, സർ. ചെങ്ങന്നൂർ പാലപ്പടിക്കൽ എന്തായിരുന്നു തന്റെ ഡ്യൂട്ടി? അവിടുത്തെ കുടുംബാംഗങ്ങൾക്ക് മറ്റു ചിലരുമായിട്ടുള്ള ബന്ധങ്ങൾ നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു. എന്ത് ബന്ധങ്ങൾ? അവിടെ ചിലർ നടത്തുന്ന തട്ടിപ്പുകൾ, ക്രിമിനൽ സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ചില ഗൂഢാലോചനകൾ, ചിലർ പണം ധൂർത്തടിക്കുന്ന വഴികൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കൽ, പിന്നെ പാലപ്പടിക്കൽ വിജയകൃഷ്ണൻ എന്ന ആളിന്റെ മരണത്തെക്കുറിച്ചുള്ള നിഗൂഢതകളും. എന്നിട്ട് തന്നെ ഏൽപ്പിച്ച ജോലികളൊക്കെ താൻ ഭംഗിയായിട്ട് ചെയ്തോ? എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഭംഗിയാക്കി, സർ. പാലപ്പടിക്കൽ നിന്ന് താൻ എന്തൊക്കെ കണ്ടുപിടിച്ചു? സോറി, സർ. ഞാൻ പോലീസിന് വേണ്ടിയല്ല വർക്ക് ചെയ്തത്. തേർഡ് എന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിക്ക് വേണ്ടിയാണ്. കിട്ടിയ വിവരങ്ങൾ അവർക്ക് മാത്രമേ കൈമാറാവൂ എന്നാണ് അഗ്രിമെന്റ്. പാലപ്പടിക്കലെ പെൺകുട്ടിയെ പ്രേമിച്ചതും കല്യാണം കഴിച്ചതും തേടയുടെ ജോലിയുടെ ഭാഗമായിട്ടാണോ? അല്ല, സർ. പ്രേമം പഠിക്കുന്ന കാലത്തെ ഉണ്ടായിരുന്നു. ഞാൻ തേടയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ രജിസ്റ്റർമാരെ നടത്തിയിരുന്നു. പാലപ്പടിക്കലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതുകൊണ്ട് തേടൈ എന്നെ ചെങ്ങന്നൂരിലെ ഡ്യൂട്ടി ഏൽപ്പിച്ചെന്നേ ഉള്ളൂ. ഞാൻ കൊച്ചിയിലെ വർക്ക് ചെയ്തിരുന്നേ. പാലപ്പടിക്കൽ താമസിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയത് കമ്പനി മുതലെടുത്തു. ഓക്കെ, താൻ ആർക്ക് വേണ്ടിയാ അവിടെ സ്പൈ വർക്ക് നടത്തിയത്? തേടയ്ക്ക് വേണ്ടി. തേടൈക്ക് കോൺട്രാക്ട് കൊടുത്തത് ആരാണെന്നാ ചോദ്യം. അറിയില്ല, സർ. പാലപ്പടിക്കൽക്കാരുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ? അതോ നരേന്ദ്രൻ തമ്പി തന്നെയാണോ? ഇനി അതുമല്ല, ശിവജി എന്നു പേരുള്ള മുംബൈ ദാതയാണോ? അതേപ്പറ്റി എനിക്കൊന്നും അറിയില്ല, സർ. അറിഞ്ഞാലും അറിഞ്ഞില്ലെന്ന് ഭാവിക്കുകയുള്ളൂ. തന്റെ ഓഫീസ് മാനേജർക്ക് അറിയാലോ അല്ലേ? അദ്ദേഹത്തിന് അറിയാം, സർ. താൻ CID ആണെന്ന് ആ വീട്ടിലുള്ളവർക്ക് അറിയാമായിരുന്നു? ഞാനൊരു തമാശ മട്ടിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവരത് വിശ്വസിച്ചോന്നറിയില്ല. അങ്ങനെ പറയാൻ എന്താ കാരണം? താനൊരു CID ആണെങ്കിൽ അത് വെളിപ്പെടുത്തരുതല്ലോ. രഹസ്യമായിട്ട് ശേഖരിക്കേണ്ട വിവരങ്ങൾ കിട്ടിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഞാനൊരു CID ആണെന്ന് പറഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കും, എന്തൊക്കെ ഒളിക്കാനും മറയ്ക്കാനും ശ്രമിക്കും, ഇതൊക്കെ അറിയാനുള്ള കൗതുകം മാത്രമായിരുന്നു അതിന് പിന്നിൽ. ഒരു കൊലക്കേസിന്റെ പ്രതിയെ കൊടുക്കാൻ അത്യാവശ്യമായി വന്നാൽ തനിക്ക് കിട്ടിയ തെളിവുകൾ പോലീസിന് കൈമാറാൻ താൻ തയ്യാറാണോ? കൊലക്കേസിലെ പ്രതി എന്നെ ജോലി ഏൽപ്പിച്ച കക്ഷിയാണെങ്കിൽ ഒരു നിവൃത്തിയില്ല, സർ. എടോ, നീതിന്യായം നടക്കണ്ടേ? സർ, കൊലക്കേസുകൾ വാദിക്കുന്ന പ്രതിഭാഗം വക്കീലുമാർക്ക് അറിയാമായിരിക്കും തങ്ങളുടെ കക്ഷി കൊലപാതകയാണോ നിരപരാധിയാണോ എന്ന്. അതിനുള്ള തെളിവുകളും അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ നീതിന്യായവും നടക്കാൻ വേണ്ടി ഏതെങ്കിലും പ്രതിഭാഗം വക്കീൽ തൻ്റെ കക്ഷിയുടേതായി കിട്ടിയ തെളിവുകൾ ഏതെങ്കിലും പ്രോസിക്യൂഷൻ വക്കീലിന് കൈമാറുമോ? ഒരിക്കലുമില്ല. പോലീസിനോ കോടതിക്കോ കൈമാറുമോ? എല്ലാത്തിനും അതിൻ്റെതായ ഒരു എത്തിക്സ് ഇല്ലേ, സർ? തന്നെ തൻ്റെ കക്ഷി ഏൽപ്പിച്ച ഡ്യൂട്ടി തീർന്നോ?
കഴിഞ്ഞു സർ. ഇനി പാലപ്പടിക്കൽക്കാരുമായി ഒരു ബന്ധം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എൻ്റെ ഭാര്യ ആ വീട്ടിൽ ജനിച്ചു വളർന്നവളാണല്ലോ. ശരി, തനിക്ക് പോകാം. വന്നതിന് താങ്ക്സ്. ഓ, അതിനൊന്നും ആവശ്യമില്ല സർ. പോട്ടെ സർ. കേറി വരണം. ഇനി ഞാൻ എണീറ്റ് വന്ന് സ്വീകരിക്കണോ? ഓ, നിങ്ങളാണോ? അതെ, ഒരാൾ കൂടി ഉണ്ട്. ആരാ? അതൊക്കെ ഞാൻ ഏറ്റുന്നേ. ഏറ്റു എന്ന് പറഞ്ഞില്ല റൈറ്ററെ. ആ, മുരളി സാറെന്താ ഈ വഴിക്ക്? നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാ പിന്നെ എങ്ങനെ വരാതിരിക്കും? വക്കീലിരിക്കേ. എന്താണ് ആഗമനോദ്ദേശം? വക്കീലേ, ആ ജാമ്യക്കടലാസ് എടുത്ത് കാണിക്കേ. സമയമില്ല, എനിക്കിന്ന് റാന്നിയിലൊരു മീറ്റിംഗ് ഉള്ളതാ. ഇതെന്താ സംഗതി? എൻ്റെ ഒരു 3-4 പിള്ളേരെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അവരെങ്ങ് തുറന്നു വിട്ടേക്ക്. ജാമ്യക്കടലാസ് അത്. ഏത് പിള്ളേരെ? എടോ, തനിക്ക് അറിയാതെ പിടിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ചന്ദ്രമോഹനില്ലേ, അതിൻ്റെ അളിയനാ. സ്വന്തം അളിയനോ? എന്റെ സ്വന്തം പെങ്ങളെ കെട്ടിയവൻ എങ്ങനെ എന്റെ സ്വന്തം അളിയനാകാതിരിക്കും? ഇയാൾ എവിടത്തുകാരനാണോ? പിന്നെ മറ്റേ പയ്യനില്ലേ, ഹരീഷ്, അത് ചന്ദ്രമോഹന്റെ പെങ്ങളുടെ മോനാണ്. ഈ 2 പേരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവരെ ഇപ്പൊ തന്നെ വിടാമെങ്കിൽ ഞാൻ കൊണ്ടുപോകൊള്ളാം. മുരളി സാറേ, ഇതൊരു ക്രിമിനൽ കേസാ. ഗൂഢാലോചന, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എല്ലാം ഉണ്ട്. ഒന്നല്ല, പ്രതികൾ 7 പേരാ. എനിക്ക് മറ്റ് പ്രതികളുടെ കാര്യമൊന്നും അറിയണ്ട. എന്റെ അളിയനെയും അളിയന്റെ അനന്തരവനെയും വിട്ടു തന്ന എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നു. മുരളി സാറേ, IPC സെക്ഷൻ നമ്പർ 3 ഡോഡോ, വകുപ്പൊക്കെ എനിക്കും അറിയാം. അതിനാ വക്കീലിനെ കൊണ്ടുവന്നത്. ഇത് പോലീസ് സ്റ്റേഷനിൽ ജാമ്യം തരാവുന്ന വകുപ്പല്ല. കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കണം. അതിന് താനിതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലല്ലോ. കോടതിയിലോട്ട് പോവാൻ അറസ്റ്റ് റെക്കോർഡാക്കി മുരളി സാറേ. ആ പേജങ്ങ് വലിച്ചേറി കളയടോ. അത് പറ്റില്ല മുരളി സാറേ, മർഡർ കേസാ. മർഡർ അറ്റംപ്റ്റ് വേറെയും. എടോ, ഞാനല്ലേ പറയുന്നേ. അത് കീറി കളഞ്ഞാലും ഒരു ചുക്കുമില്ല. മറുവശത്ത് നരേന്ദ്രൻ തമ്പിയാണ് മുരളി സാറേ. അയാൾ CIക്കും SP-ക്കും എല്ലാം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ തെളിവുകളടങ്ങി CD അടക്കം. എടോ, ഹോം മിനിസ്റ്റർ അങ്ങേര് ഞാൻ വിളിക്കുന്നിടത്ത് വരുന്ന ആളാ. അതിനേക്കാളും വലുതാണോ ഈ CIയും SP ഒക്കെ? മുരളി സാറിനൊന്നും തോന്നരുത്. സ്റ്റേഷനിൽ ജാമ്യം തരാൻ ഒരു നിവൃത്തിയുമില്ല. തന്റെ അവസാന വാക്കാണോ ഇത്? നിവൃത്തിയില്ലാഞ്ഞിട്ടാ സാറേ. എന്റെ തൊപ്പി കളയുന്ന പണിയൊന്നും ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. അല്ലെങ്കിൽ തന്റെ തൊപ്പി ഇറക്കില്ലേ? ഞാൻ കാണിച്ചു തരാടോ. മുരളി സാർ ഈ കേസ് ഇത്ര ഇമോഷണലായിട്ട് എടുക്കരുത്. എന്റെ അളിയൻ പ്രതികരിക്കുന്ന കേസാ, അറിയോ? അത് ഞാൻ വിട്ടുകൊടുക്കണം അല്ലേ? പിന്നെ എന്തിനാണോ ഞാൻ ഈ ഖത്തർ വിട്ട് 10-20 വർഷമായിട്ട് നാട് നടക്കുന്നത്? ഇതിന്റെ വിലയെത്താണെന്ന് ഞാൻ തനിക്ക് കാണിച്ചു തരാം. വക്കീലേ, അതെടുത്തോ, പോവാം. ഇയാളെക്കാളും വലിയ താപ്പാനാള് എന്റെ പോക്കറ്റിലുണ്ട്. പാടോ. ഹലോ, അതെ, കാർ ദാണ്ട് അവിടെ പാർക്ക് ചെയ്യേണ്ടത്. ആരെ കാണാനാ? നീ ആരാ? തമ്പി സാറിന്റെ ജോലിക്കാരനാ. ഓ, അത് ശരി. എനിക്കിതിന്റെ തമ്പി സാറിനൊന്ന് കാണണമല്ലോ, ജോലിക്കാരാ. അദ്ദേഹം ഇവിടെ ഇല്ല. എവിടെ പോയി? അതറിയില്ല. ഛേ, കഷ്ടായല്ലോ. ഈ തമ്പി സാറിന്റെ വൈഫുണ്ടോ അവിടെ? ആ, ഉണ്ട്. അവരെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ ചോദിക്കാം. ഓ, എല്ലാവരും വലിയ വലിയ ആളുകളാ അല്ലേ? ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. നമസ്കാരമുണ്ട്.
അദ്ദേഹത്തെ കാണാൻ വന്നതാണോ? അതെ മാഡം. എന്നെ മനസ്സിലായോ? അറിയാം, ഓഫീസിൽ വന്നിട്ടുണ്ടല്ലോ കുറേ ദിവസം മുൻപ്. ആ, അപ്പൊ ഓർമ്മയുണ്ട്. നരേന്ദ്രൻ തമ്പി എവിടെ പോയതാ? അല്ല, ഉടനെ വരുമെന്നറിയാൻ വേണ്ടിട്ടാ. ഉടനെ വരും, ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഓ, അല്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം അല്ലേ? ഇവിടെ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ, അകത്തോട്ടിരിക്കണമെങ്കിൽ അതും ആവാം. താങ്ക്സ്. തമിഴ്നാടിന്റെ സമ്മർദ്ദം 7 ട്രെയിനുകൾ കൂടി കോയമ്പത്തൂർ വഴിയാക്കുന്നു. കേരളത്തിൽ സീറ്റ് ചായ. താങ്ക്സ്. വെൽക്കം. കൊള്ളാം, നല്ല രുചിയുള്ള ചായ. താങ്ക്സ്. ഈ പാലപ്പടിക്കൽ കുറച്ച് നാൾ ജോലിക്ക് നിന്നിരുന്നു അല്ലേ? ഇല്ലല്ലോ. അല്ല, അങ്ങനെ ആരോ പറഞ്ഞതുപോലെ. ചിലപ്പോ എന്റെ ഓർമ്മ പെശകായിരിക്കും. പാലപ്പടിക്കലെ ജോലികൾ കുറെ കാലം ഞാനാ ചെയ്തിരുന്നത്. അതാണോ ഉദ്ദേശിച്ചത്? ആണോ? അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ല. നമ്മൾ ആളുകളെ കാണുന്നതിന്റെ കുഴപ്പാ. ചിലർക്ക് കാണാൻ മാത്രമേ പറ്റൂ, മനസ്സിലാക്കാൻ പറ്റില്ല. ആ, സത്യം പറഞ്ഞ ഞാൻ വന്നതേ നരേന്ദ്രൻ തമ്മിയോട് ഒരു ഫേവർ ചോദിക്കാനാ. എൻ്റെ അളിയനും നരേന്ദ്രൻ തമ്മിലൊരു ഡിസ്പ്യൂട്ട് ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും ഒന്ന് തീർപ്പാക്കിയാൽ എനിക്ക് സമാനാവും. ഇതിപ്പോ പെങ്ങളുടെ കരച്ചിൽ ഞാൻ ദിവസവും കാണാനേ. അദ്ദേഹം വരുമ്പോ സംസാരിച്ചു നോക്ക്. ഈ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ മാത്രം മനസ്സിലുള്ള ആളാണല്ലോ അല്ലേ? മനസ്സലിവുണ്ട്, പക്ഷേ അത് അർഹിക്കുന്നവരോട് മാത്രമേ ഉള്ളൂ, അല്ലാത്തവരോട് തീരെയില്ല. ആ, ഈ അർഹിക്കുന്നവരുടെ പട്ടികയിൽ എൻ്റെ ഭാര്യ സഹോദരനെ കൂടി ഉൾപ്പെടുത്തുവോ? ആളൊരു പാവത്താനാ. ചില ചീത്ത കൂട്ടുകെട്ടുകളിലൊക്കെ പെട്ട് എന്തൊക്കെയോ വഷളത്തരങ്ങൾ കാണിച്ചു. അതിലിപ്പോ നല്ല കുറ്റബോധമുണ്ട്. അദ്ദേഹം വരുമ്പോ സംസാരിച്ചു നോക്കൂ. ചെറിയ തെറ്റുകളൊക്കെ അദ്ദേഹം ക്ഷമിക്കാറുണ്ട്. അല്ല, മാഡം ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ നന്നായിരുന്നു. ഞാൻ ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ഇപ്പൊ നിങ്ങളുടെ ഭാര്യ സഹോദരൻ എന്റെ ഭർത്താവിനെ കൊലപ്പെടുത്താൻ വേണ്ടി നടത്തിയ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ വഷളത്തരങ്ങൾ, ചില വധശ്രമങ്ങൾ ഉണ്ടല്ലോ, അതിന്റെ കേസാ ഇപ്പൊ നടക്കുന്നത്. എനിക്കും വേറെ ചില കണക്കുകളുണ്ട്, അതിലേക്ക് തൊട്ടിട്ടില്ല ഇതുവരെ. അദ്ദേഹം എത്തി. ഒരു ഗസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മുരളീകൃഷ്ണനല്ലേ? എങ്ങനെ മനസ്സിലായി? കാർ കിടപ്പുണ്ടല്ലോ. ഗുഡ് മോർണിംഗ്. ആഫ്റ്റർനൂൺ ആയി. ഓ, ഇന്നേ ദിവസം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഏത് സമയത്ത് ഗുഡ് മോർണിംഗ് പറയാം. ശരി, എങ്കിൽ മോർണിംഗ്. ഓ, നിങ്ങൾ രാഷ്ട്രീയക്കാർ ആടിനെ പട്ടിയാക്കണവരാണല്ലോ. ആ, മുരളീകൃഷ്ണൻ ഇരിക്കെ. ഇയാൾക്ക് ചായ കൊടുത്തു. കിട്ടി, നല്ല ഉഗ്രൻ ചായ. ചായപ്പൊടി നല്ലതാ അല്ലേടി? അതെ. വന്നിട്ട് കുറച്ചു നേരമായോ? ഇല്ല, ഒരു ചായ കുടിച്ച സമയം അത്രേ ഉള്ളൂ. എന്നോടൊരു കാര്യത്തിന് റെക്കമെൻഡ് ചെയ്യാമോ എന്ന് ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എന്ത് റെക്കമെൻഡ് ചെയ്യാനാ? രാഷ്ട്രീയക്കാരെ കൊണ്ട് ഞങ്ങളൊക്കെ അല്ലേ ഒരേ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യിക്കുക. ഞാനൊരു അഭ്യർത്ഥനയായിട്ടാ മിസ്റ്റർ തമ്പിയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരിക. എന്തിനാണെന്ന് തമ്പിക്ക് അറിയായിരിക്കും. എനിക്കറിയാം, എന്നാലും പറഞ്ഞോളൂ, കേൾക്കാനൊരു സുഖമുണ്ട്. എന്റെ അളിയൻ ലോക്കപ്പിൽ കിടക്കാം. ചന്ദ്രമോഹൻ? അതെ. അയാളെ പിന്നെയും പോലീസ് പിടിച്ചു. മിസ്റ്റർ തമ്പിയാണല്ലോ കേസ് കൊടുത്തതും പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും. ഈ പോലീസുകാരുടെ ഒരു കാര്യം, അവര് ചില സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. മിസ്റ്റർ തമ്പി, നിങ്ങളൊക്കെ, അതായത് നമ്മളൊക്കെ ബന്ധുക്കളല്ലേ? എന്തിനാണ് ഈ ശത്രുത? ബന്ധുക്കൾ തമ്മിലെ ശത്രുത പാടില്ലെന്നുണ്ടോ? ഇല്ലല്ലോ. ബന്ധുക്കൾ തമ്മിലുള്ള ശത്രുതയാണ് ഏറ്റവും വാശിയുള്ളതെന്ന് പഴമക്കാർ പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, രണ്ടു കൂട്ടരും തമ്മിൽ ഒത്തുതീർപ്പാവുന്നതല്ലേ നല്ലത്? ശരി, ഒത്തുതീർപ്പാക്കാം. പക്ഷേ അതുകൊണ്ട് എനിക്കെന്താ നേട്ടം? പണ്ട് രാജഭരണകാലത്ത് സ്വന്തം രാജ്യം ആക്രമിച്ച് കീഴടക്കാതിരിക്കാൻ വേണ്ടി സാമന്ത രാജാക്കന്മാർ ചക്രവർത്തിക്ക് കപ്പം കൊടുക്കുമായിരുന്നു.
ചക്രവർത്തി ചുമ്മാ സിംഹാസനത്തിൽ ഇരുന്നാ മതി. അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർ സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും നിധിശേഖരങ്ങളൊക്കെ കൊണ്ടുവന്ന് ചക്രവർത്തിയുടെ കാൽ കീഴിൽ കാഴ്ചവെച്ചിട്ട് പോകും വർഷം തോറും. ഞാൻ നിങ്ങളെ ആരെയും ആക്രമിക്കത്തില്ല. നമുക്കൊരു കരാറിലെത്താം. നിങ്ങൾ എനിക്ക് എന്ത് തരും? നിങ്ങൾ തമ്മിലുള്ള വഴക്ക് രാജിയാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. നിരുപാധികമായ ഒരു ഒത്തുതീർപ്പ്. എനിക്കെന്തെങ്കിലും നേട്ടം വേണ്ടേ? ശത്രുരാജ്യം മുഴുവനും കീഴടക്കാൻ പാകത്തിന് വിജയിച്ചു നിൽക്കുന്ന ഞാൻ സന്ധിക്ക് തയ്യാറാവുമ്പോ ഒരു ലാഭം എനിക്ക് കിട്ടണം വേണ്ടേ? യുദ്ധം അവസാനിപ്പിച്ച് സന്ധി ചെയ്യുമ്പോൾ രണ്ടു കൂട്ടർക്കും കിട്ടുന്ന ലാഭം സമാധാനവും ശാന്തിയുമാണ്. എനിക്കത് പോരാ. എനിക്കുണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാ. ശാന്തിയും സമാധാനവും വാരി തേച്ചാ എനിക്കുണ്ടായ മുറിവുണങ്ങില്ല. ശരി, മിസ്റ്റർ തമ്പിക്ക് എന്താ വേണ്ടെന്ന് പറയും.